ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ചിക്കൻ പാർട്സ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് പോവാം. അതിനായിട്ട് ഞാനൊരു കുക്കറ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ആ കുക്കറത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മല്ലിയില കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇനി ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പൊടികളൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിൻ്റെ പച്ചമണം ഒന്ന് മാറോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണ്ടത് ഇട്ട് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കൻ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പാർട്സും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിതൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് അടി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് വേവിക്കാനായിട്ട് മൂടി വെക്കാം. നമ്മൾ ചിക്കൻ പാർട്സ് വേവാനായിട്ട് ആകെ 2 വിസിൽ മതി കേട്ടോ. 2 വിസിൽ തന്നെ നമ്മൾ ചിക്കൻ പാർട്സ് ഏകദേശം നല്ലൊരു പാകത്തെ വേവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ചിക്കൻ പാർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞു പോവാതെ ഈ ഒരു രീതിക്കൊക്കെ കിട്ടുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വെന്തിട്ടേ ഉള്ളൂ, നന്നായിട്ട് കുടഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ ചിക്കൻ പാർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.